ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഇതേപോലെ ട്രിങ്കർ ഡിഷ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും അല്ല ചെയ്യാൻ അറിയില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോ ഇടുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലേ പരത്തിയെടുത്തിട്ട് അതിൽ പപ്പായയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ക്ലേയിൽ തന്നെ പപ്പായയുടെ ഷേപ്പ് വരച്ചിട്ട് ശരിയാവുന്നില്ല എങ്കിൽ നമ്മളൊരു പേപ്പറിൽ പപ്പായയുടെ ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്ലേയുടെ പുറത്ത് വെച്ച് അത് വരച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഈ ക്ലേ. അപ്പോൾ അതാണ് ഒന്നുകൂടി എളുപ്പമെന്ന് തോന്നുന്നു എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ക്ലേ റോൾ ചെയ്തെടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് അത് ഈ നമ്മൾ പരത്തി വെച്ച ക്ലേയുടെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മുടെ വിരൽ കൊണ്ട് താഴേക്ക് പതിയെ പതിയെ അമർത്തി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗവും ബ്രഷും നമ്മുടെ വിരലുമൊക്കെ യൂസ് ചെയ്ത് നെക്കി അകത്തേക്ക് തന്നെ ഒട്ടിക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ബ്രഷ് യൂസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിരൽ യൂസ് ചെയ്യുന്നതിനേലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പിൽ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ബ്രഷ് വെച്ച് പിന്നെ കൈവച്ചും നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്ക് ഇതേപോലെ എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷോ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. പപ്പായയുടെ കുരുവിൻ്റെ അത്രയുള്ള ബോൾസ് കുഞ്ഞു കുഞ്ഞുണ്ടാക്കി അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും ഷേപ്പ് ചെയ്തിട്ടില്ല പപ്പായ. ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫുൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഒട്ടിച്ച് നല്ലോണം ഷേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായയുടെ വർക്ക് കഴിയുവേ. പിന്നെ അത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇതേ ഇപ്പോൾ ഞാൻ നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ട്രൈ തന്നെ എല്ലാവർക്കും ശരിയാവണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഷേപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഉണങ്ങാൻ വെക്കാവേ. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് കോട്ടായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ താഴെ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് മറ്റേ പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് കളർ അടിച്ചു കഴിഞ്ഞിട്ട് ഉള്ളിലത്തെ സൈഡിൽ ഓറഞ്ചാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ആ കുരുവിൻ്റെ സൈഡിലോട്ടാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്, ആ പപ്പായയുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തടിക്കുമ്പോഴത്തേക്കും കുറച്ച് റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അത് ഒന്ന് ഡാർക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ അടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിൽ തേക്കുന്ന വാർണിഷ് ഉണ്ടെങ്കിൽ അതും കൂടി തേച്ചെന്നാൽ കുറച്ചും കൂടി ഗ്ലോ കിട്ടും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാഞ്ഞേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് ഒന്നുകൂടെ ഭംഗി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അതേപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇനി കുരുവിനും കൂടെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. കുരുവിന് നമ്മൾ ബ്ലാക്ക് കളറാണ് അടിക്കുന്നത്. ബ്ലാക്കിൽ ചെറുതായിട്ട് കുറച്ച് ബ്രൗൺ ചേർത്താലും കുഴപ്പമില്ല, അത് നല്ലതാണ്. ബ്ലാക്ക് കളറ് നമ്മൾ നല്ലോണം സൂക്ഷിച്ച് വേണം അടിക്കാൻ. ഈ ഓറഞ്ചിലും മഞ്ഞയിലൊക്കെ പറ്റിയെന്നാൽ കുറച്ച് പ്രശ്നമാണ് പോകാനായിട്ട്. അപ്പോൾ ബ്ലാക്ക് കളറ് നല്ല സൂക്ഷിച്ചടിച്ചിട്ട് നമ്മൾ പിന്നെ പുറകിലും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് സൈഡ് ഉണങ്ങിയിട്ടാണ് ബാക്കിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതൊന്ന് കമൻറ്റിൽ കൂടെ പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റിൽ വന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബൈ.